ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അതായത് വീട്ടിൽ ഞാനിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഉപ്പേരി കുറച്ച് ബാലൻസ് വന്നു. അപ്പൊ അതിനെ കൊണ്ട് ഒരു ചപ്പാത്തി സ്റ്റഫിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ഓഫീസ് കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ വരുന്ന ആർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സ്നാക്ക് ഓർ ഡിന്നർ. ഡയറക്റ്റ് ആയിട്ട് ഡിന്നർ കഴിക്കുന്നവർക്കും ചെയ്യാം. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് വിതിൻ 10 മിനിറ്റ്സിൽ നമുക്ക് തീർക്കാം. ഈ ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാംസ് ചപ്പാത്തി, അതായത് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ വെള്ളം ചേർത്ത് കുഴച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. വേഗം നമുക്ക് ഓരോ ചപ്പാത്തി പരത്തിയെടുക്കാം. പോലെ ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇങ്ങനെ പരത്താം. പരത്തിയിട്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ കുറച്ച് എണ്ണ ഇതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്ത് ഒന്നിങ്ങനെ തേച്ച് ഈ വശം ഒന്ന് മടക്കി എവിടെയും കുറച്ചൊരു എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ഈ ഷേപ്പിൽ ഇങ്ങനെ മടക്കുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. ഈ ഭാഗം മാത്രം പ്രസ് ചെയ്ത്, ഇതെല്ലാം ഈ പോക്കറ്റുകളെല്ലാം ഓപ്പൺ ആയിരിക്കണം. ഇനി ഇതുപോലെ അങ്ങനെ പരത്തിയെടുത്തതാണ് ഇതെല്ലാം. ഈ സൈഡ് മാത്രം നമ്മൾ ഉള്ളിൽ വെക്കുന്ന സ്റ്റഫിങ് പുറത്ത് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഈ ഷേപ്പിലെല്ലാം റെഡിയാക്കി വെക്കുക. ഏകദേശം ഈ ഒരു 200 ഗ്രാംസ് ഗോതമ്പ് മാവില് ഒരു 1 2 3 4 5 6 7 7 പീസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത് കാണുമ്പോൾ ഒരു സമോസ സ്റ്റൈലും ഇല്ലേ. അതുകൊണ്ട് നമുക്കിനി ഇതിൽ സ്റ്റഫിങ് ചെയ്യാം. ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റഫിങ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഏത് ഒരു ഉപ്പേരി ആണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഏതൊരൈറ്റും ഇതിലേക്കായിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ അഡീഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ വല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓണിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടോ ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട, കുറച്ച് മതി. കൂടുതലായാൽ ചിലപ്പോൾ ഇത് ഓപ്പണായി പുറത്ത് വരും. അതുകൊണ്ട് പാകത്തിന് കുറച്ച് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അടച്ചെടുക്കാം. റെഡി. ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഇതിൻ്റെ പോക്കറ്റ്സ് പോലെയുള്ള ഈ ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കാം. ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഏത് പോക്കറ്റിൽ വെച്ചാലും നന്നായിരിക്കും. പക്ഷെ ഈ 2 ലെയർ കഴിഞ്ഞിട്ടുള്ള ഈ സെൻറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതിനകത്തേക്ക് ഇത്രയും പേരിയാണ് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ചപ്പാത്തി പോക്കറ്റ്സും റെഡിയായി. നമുക്കിത് ഷാലോ ഫ്രൈ ഓർ ഡീപ്പ് ഫ്രൈ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാൻ അടുപ്പ് കത്തിച്ചു, പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടാവുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി തുടങ്ങി. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുത്ത് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എന്തെങ്കിലും ഇങ്ങനെ ഓപ്പൺ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി, ക്ലോസ് ആയിക്കോളും. അതുപോലെ ഒരുപാട് ഫില്ല് ചെയ്യരുത് സ്റ്റഫിങ്. കുറച്ച് ഇങ്ങനെ ഒരേപോലെ ഈവൺ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഒരു സൈഡ് ഒന്ന് റെഡി ആയാൽ പതുക്കെ പൊട്ടാതെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം. അല്ലാതെ വിശന്ന് വേഗം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒന്ന് വിശപ്പും മാറും, നല്ല ഹെൽത്തിയുമാണ്. വീട്ടിൽ അത്യാവശ്യം ബാക്കി വന്ന സാധനങ്ങളൊക്കെ ചിലവായും പോവും. ഇതാ നമ്മുടെ സ്നാക്കോ ഡിന്നറോ എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു സ്റ്റഫിങ്, ചപ്പാത്തി സ്റ്റഫിങ്ങിന് ഇത് റെഡിയായി കഴിഞ്ഞു. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ ഇൻഗ്രീഡിയൻസും ഇല്ല. നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള
ഏതെങ്കിലും ഒരു ഉപ്പേരി ഡ്രൈ ആയിട്ടുള്ള, ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ക്യാബേജ് തോരനാണ്. അതേപോലെ ബീൻസോ ക്യാരറ്റോ ഇല്ലെങ്കിൽ പൊട്ടാറ്റോ ഉപ്പേരി ബാക്കിയുണ്ടെങ്കിൽ അതോ എന്താണെങ്കിലും വെച്ച് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കുക. അതേപോലെ ലഞ്ചോ സ്നാക്സ് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാനും പറ്റിയത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടോ, നമ്മുടെ റെഡിയായി. ഇനി ഇത് കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു സൈഡ് ഡിഷ് ആവശ്യമില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സോസ് വല്ലതും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വിശപ്പിന് വന്ന് കഴിക്കുന്നതാണ്. വേഗം ഉണ്ടാക്കി വേഗം കഴിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ഇത്. മെയിൻ കോഴ്സായിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.